പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ കാക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 121-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ കാക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാകാം, ശത്രു വിരോധമായി നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വചനത്തെ ഈ പ്രഭാതത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഏറ്റെടുക്കണം. എനിക്കൊരു ദോഷവും സംഭവിക്കത്തില്ല, എൻ്റെ ജീവിതത്തിനകത്ത് അനർത്ഥം വരാതെ വണ്ണം എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം 121-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഈ വാക്യങ്ങളുടെ നമ്മളോട് ഈ പ്രഭാതത്തിൽ ദൈവം സംസാരിക്കുമ്പോൾ ആപത്ത് വരുമെന്നോ അനർത്ഥം വരുമെന്നോ അല്ല നാം ചിന്തിക്കേണ്ടത്. നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദോഷവും വരാതെ വണ്ണം നാം അവൻ്റെ വേലിവളപ്പിലാണ് ആയിരിക്കുന്നത്. തീയും അതിലായി നമുക്ക് ചുറ്റും നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരം കാണുവാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിങ്ങൾ വിശ്വാസത്തിൽ പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരനർത്ഥവും വരത്തില്ല. വിശ്വാസത്തിൽ നാം പറയണം കേട്ടോ. അതേപോലെ തന്നെ ഒരു ബാധയ്ക്കും എൻ്റെ ഭവനത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുകയാണ്. ഒന്നുകൂടെ സെക്കരിയ പ്രവാചകന്റെ പുസ്തകം നോക്കിയാൽ 2-ാം അധ്യായം പറയുന്നു, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുൾപ്പാട്. നിങ്ങൾ വിശ്വസിച്ച്, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. കർത്താവ് തരുന്ന ഈ പ്രോമിസിനകത്ത് ഈ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ നന്ദി പറയണം. കാരണം നാം കാണാത്ത, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ മണ്ഡലത്തിൽ ഒരു ശക്തിക്കും അടുക്കാതെ വണ്ണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം നമുക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുക്കുമ്പോഴാണ് ആ വിടുതൽ സംഭവിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 91-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 4-ാമത്തെ വാക്യം കൂടെ, തൻ്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ശ്രദ്ധിച്ചു നോക്കിയ, വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാണ്. അവൻ്റെ തൂവല് കൊണ്ട് അവൻ നമ്മെ മറയ്ക്കും. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ എന്നെ കാക്കും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ശത്രു നമുക്ക് വിരോധമായി ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുണ്ടാകാം. ഹെരോദാവിൻ്റെ പ്ലാന് പോലെ, ഫറവോൻ്റെ പ്ലാന് പോലെ. പക്ഷേ ഇതിൻ്റെ നടുവിൽ എന്നെയും നിങ്ങളെയും കാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലായാൽ അവിടെയാണ് നാം ദൈവത്തിൽ ഉറയ്ക്കുന്നത്. ഒന്നുകൂടെ നോക്കേ, ദാനിയേലിൻ്റെ ദൈവം
ദാനിയേലിനെ കാക്കുന്നത് കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദാനിയേല് തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. എന്നെ കേൾക്കുന്നവരെ, സിംഹക്കുഴിയിൽ വീണ ദാനിയേലിനെ യാതൊരു കേടും പറ്റാതെ വണ്ണം, യാതൊരു ദോഷവും തട്ടാതെ വണ്ണം കാക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് കണ്ണടച്ചിട്ട് പറയാൻ, കർത്താവേ, എന്നെ ശത്രുവിൻ്റെ കണ്ണിൽ നിന്ന് മറയ്ക്കുകയും ഒരു ദോഷവും തട്ടാതെ വണ്ണം കാക്കുകയും ചെയ്യുന്ന ദൈവത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്നുകൊണ്ടെന്ന് പറഞ്ഞാട്ടെ. യെശയ്യാവ് 54-ാം അധ്യായം 17-ാമത്തെ വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദോഷം വരാതെ വണ്ണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാതെ വണ്ണം ഞങ്ങളെ കാക്കുന്ന വലിയവനായ ദൈവമേ, ഈ പകൽ ഒന്നുകൂടെ അങ്ങയുടെ പ്രൊട്ടക്ഷനായി പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ അങ്ങയുടെ കരുതലായി പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ബലപ്പെടേണ്ടതിനായി, സാക്ഷികളായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ കരുതലായി നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ കാക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.